യൂണിഫോമും കൊണ്ടാട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടും അതുപോലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് ഓർത്ത്, കാരണം ഒത്തിരി പേര് യൂണിഫോമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് അത് എങ്ങനെയാണെന്നൊന്ന് കറക്റ്റ് അത് മനസ്സിലാക്കി തരാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കോർണർ വർക്കുള്ള സാരിയാണ് കേട്ടോ, പീച്ച് ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇത് ടീച്ചേഴ്സ് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ കോർണർ വർക്കാണ്. ഇതൊരു സെമി ടസറിലാണ് വന്നിരിക്കുന്നത്. ഇത് മറ്റൊരു ഷെയ്ഡ്, ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും ഈ മോഡലെല്ലാം സെയിമാണ്, പക്ഷേ ഇതിൻ്റെ കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇത് ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ഓരോ ഓർഡറുകളാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് കാണിക്കുവാണെങ്കിൽ ഇനി ഓർഡർ ചെയ്യേണ്ടവർക്ക് എളുപ്പവും കൂടിയാണല്ലോ. ഇത് സെമി ടെസറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോർണർ വർക്ക് വന്നിരിക്കുന്നു വിത്ത് ബ്ലൗസാണ്. റേറ്റ് വരുന്നത് 1509 ഇതിൻ്റെ ബോർഡറിൽ മാത്രം ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ, അത് പിന്നെ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക്. അത്രയാണ് ഈ സാരിയുടെ പ്രത്യേകത. പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്, നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു യൂണിഫോമിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് പിന്നീട് വെയർ ചെയ്യാനും യാതൊരു പ്രോബ്ലവും ഇല്ല. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് യൂണിഫോമാണ് പിന്നെ ഒന്നും വെയർ ചെയ്യാൻ നമുക്കൊരു ഇഷ്ടം തോന്നില്ലല്ലോ. ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് കൂടി നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അത് ഓരോന്നും കൂടെ കാണിക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ബ്ലൂ വേണ്ട, ഇങ്ങനെയാണ്. ഇതാണ് ഈ സാരിയുടെ പ്രത്യേകത. ബ്ലൂ സൈഡ്. ഇത് ഞാനിതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു സാരിയും കൂടിയാണ്. സൈഡിൽ ഫുള്ളായിട്ടും ഈ സ്കാലപ്പും അതുപോലെ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വന്നിരിക്കുന്നു. അതുപോലെ ഇത് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. ഇങ്ങനെയാണ് ഇത് വരിക. ഫുള്ളായിട്ടും വരുന്നതും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കളേഴ്സും കൂടി ഒന്ന് കാണാം. മറൂൺ ഷെയ്ഡ്, ബാക്കിയെല്ലാം സെയിം തന്നെ. സ്കൈ ബ്ലൂ ഷെയ്ഡ്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. സോഫ്റ്റാണ് മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വൺ പ്ലേറ്റ് ആയിട്ട് അധികം ചെറിയ യൂണിഫോം സാരികൾ അധികം ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യുന്നതല്ലേ കൂടുതലും ഭംഗി. ഇത് അങ്ങനെ ചെയ്യാനും അതുപോലെ വൺ പ്ലേറ്റ് ആയിട്ട് ഇടാനും ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല. ചിക്കു ഷെയ്ഡ്, ലൈറ്റ് കളേഴ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ, ഡാർക്ക് കളേഴ്സ് വേണമെന്നുള്ളവർക്കും. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡാർക്കല്ല, ഇടയിൽ ഇപ്പോൾ ബ്രിക്ക് റെഡ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബ്രിക്ക് റെഡ് അല്ല, പീച്ചും അല്ല, നല്ലൊരു കളറുകളല്ലാതെ നമുക്ക് ചർച്ച് വെയറായിട്ട് യൂണിഫോമിന് നല്ലതാണ്. ഇത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ്. അതുപോലെ ഇതുണ്ടോ, ഇതെല്ലാം വെറൈറ്റി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഇത്രയും കളറുകൾ കാണിച്ചു തന്നത്, ഇപ്പോൾ ഏത് കളറായാലും ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഒരു 20 ദിവസത്തെ താമസമുണ്ട്.